ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അത്ര സുഖമില്ലാണ്ടാണ് കേട്ടോ എണീച്ചത്. അപ്പോൾ നമ്മുടെ വർക്കാണെങ്കിൽ പകുതിയിൽ നിർത്തി വെച്ചിരിക്കുകയും കൂടിയാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇന്ന് തീരെ വയ്യ കേട്ടോ. അപ്പോൾ പീരീഡ്സ് കൂടിയാണെങ്കിൽ തീരെയും പറയണ്ടല്ലോ, നമുക്ക് അന്നത്തെ ദിവസം തന്നെ തല പൊന്തില്ലല്ലേ. അപ്പോൾ ഞാൻ ഇന്നൊരു ഹാഫ് ഡേയുടെ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണാം. നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന വർക്കും കാര്യങ്ങളൊക്കെ ഏതുവരെ ആയി എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൽ കൂടി കുറച്ച് കാര്യങ്ങളും കൂടിയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇന്നലെ ചെയ്ത് വെച്ച വർക്കാണ്. നമുക്കിത് കിട്ടിയിട്ട് 2 ദിവസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 ഘട്ടമായത് കൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇന്നലെ തന്നെ കുറച്ച് അധികം സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് വലിയ പണിയില്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ഏകദേശം ഒരു കെട്ട് ഫുള്ളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ 2 കെട്ടും കൂടി ഉണ്ട്. അതിൽ ഒരു കെട്ട് നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് അവരെടുത്തിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കെട്ടും കൂടി ബാലൻസ് ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇന്നലെ ഇരുന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് നമുക്കിതാ ഈ ഒരു പീസിൽ വരുന്ന കളറ് നമ്മൾ ഫുള്ളും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. മറ്റെന്ത് അസുഖത്തിനേക്കാളും കൂടുതൽ നമുക്ക് സ്ട്രെസ്സും മൂഡ് സെൻസും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ ഒരു ടൈമിലായിരിക്കില്ല. അപ്പോൾ ഈ ഒരു സമയത്താണെങ്കിൽ നമുക്ക് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളവരാകുമ്പോൾ കുറച്ചും കൂടി ടെൻഷനും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. കാരണം നമുക്ക് പറഞ്ഞ സമയത്ത് വർക്ക് അവരെ ഏൽപ്പിക്കുക തന്നെ വേണമല്ലോ. നമുക്ക് വീട്ടിലത്തെ പണികളും കാര്യങ്ങളും ചെയ്തില്ലെങ്കിൽ ആരും പരിഭവവും പരാതിയൊന്നും പറയില്ല. പക്ഷേ ഇതുപോലുള്ള വർക്കൊക്കെ ഏറ്റെടുക്കുന്നവരാണെങ്കിൽ അത് പറഞ്ഞ സമയത്ത് കൊടുക്കാൻ പറ്റാതിരിക്കുമോ എന്നുള്ളൊരു ടെൻഷനും കൂടി ഉണ്ടാവും. പിന്നെ നമുക്ക് കിടന്നിടത്തും കിടക്കാനും തോന്നില്ല, ഇരിക്കാനും തോന്നില്ല എന്നൊക്കെ പറഞ്ഞൊരു എന്താ പറയുക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു സമയത്തിന് മുമ്പ് തന്നെ, അതായത് ഇന്നലെ തന്നെ ഞാൻ ഫുള്ളും കംപ്ലീറ്റ് ചെയ്ത് വെച്ചത് കൊണ്ട് ആ ഒരു കെട്ട് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തൊരു കെട്ടാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ വേറൊരു കെട്ട് കൊണ്ടുപോയ ആളും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പണികളും അത്ര ഹെവി ആയിട്ട് ചെയ്യാനൊന്നും പറ്റാത്തതുകൊണ്ട് ഞാൻ ആട്ടിയ മാവുള്ളത് കൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി ആകുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇക്ക പോകുമ്പോഴത്തേനും ആദ്യം തന്നെ ഇഡ്ഡലിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആ മറ്റൊരു കെട്ടും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വയ്യാത്ത ദിവസം ആകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു മൂഡ് ഉണ്ടാവില്ലല്ലോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ 2 ഘട്ട ഒരു അവസ്ഥയിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ആലോചിച്ചിരിക്കുന്നവർ നമ്മുടെ ടൈമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് അടുത്ത ഓർഡറും കൂടി എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. എന്തായാലും ഈ ഒരു ഫസ്റ്റത്തെ ഈ 2 ദിവസം നമുക്ക് നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ രാവിലെ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് നമ്മൾ അത് അടുപ്പിൽ വെച്ച ശേഷം അതിന് വേണ്ടിയിട്ടുള്ള ചട്നിയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ചട്നി ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഉണക്കമുളക് ഇട്ടിട്ട് അരയ്ക്കുന്നതാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം. അപ്പോൾ തേങ്ങ ചിരകിയിട്ട് അതിലേക്ക് നമ്മൾ പൊട്ടിക്കടലയും അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 3-4 വറമുളകും കൂടി ഇട്ടിട്ട് നമ്മൾ ചട്നി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കൂടി കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നെക്കാളും വയ്യ എന്നെ കെട്ടാൻ വന്നവനിക്കുന്നൊരു ചൊല്ലുണ്ടല്ലോ, അതുപോലെയാണ് കേട്ടോ ഇവിടുത്തെ ഒരവസ്ഥ. നമുക്കിപ്പോൾ വയ്യാതിരിക്കുന്ന സമയത്ത് നമ്മുടെ അതായത് ഇക്കാൻ്റെ ഉമ്മാക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇക്കാൻ്റെ ഉമ്മാക്ക് തീരെയും പറ്റില്ല കേട്ടോ. കാരണം ഷുഗറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഹെവി വർക്കുകളോ അതുപോലെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഫിസിയോതെറാപ്പിക്ക് ഇക്ക പോകുമ്പോൾ ഇക്കാൻ്റെ കൂടെയൊക്കെ പോകുന്നത് കൊണ്ട് ഇന്ന് ലീവ് ആക്കണമെന്ന് ചോദിച്ചു കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല പോയിക്കോളൂ എന്ന് പറഞ്ഞത് കൊണ്ട് ഉമ്മ രാവിലെ തന്നെ എഴുന്നേറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതാ രാവിലത്തെ നാഷ്ടയൊക്കെ കഴിച്ചുകൊണ്ട് ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് മോള് വന്നിട്ട് കാലൊക്കെ ചവിട്ടിയിട്ടും ഒഴിഞ്ഞിട്ടൊക്കെ തരികയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് 11 മണിക്ക് ശേഷം നമ്മൾ വീണ്ടും അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇക്ക വരുമ്പോൾ കൊണ്ടുവന്ന ഈ ഒരു വാഴയ്ക്ക ഉണ്ട് കേട്ടോ. അപ്പോൾ വാഴയ്ക്ക കൊണ്ട് ഇന്നൊരു ഉപ്പേരി റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ നേരെയാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ മഞ്ഞളിട്ട വെള്ളത്തിൽ കഴുകിയിട്ട്, അതായത് മുറിച്ചിടണം കേട്ടോ. ഞാൻ നല്ല ചെറുതായി അരിഞ്ഞിട്ട് ഇതുപോലെ മഞ്ഞളിട്ട വെള്ളത്തിലാണ് ഇതുപോലെ വാഴയ്ക്ക് എപ്പോഴും മുറിച്ചിടാറ് കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമുക്കത് ഒരു കറുപ്പടിക്കുമല്ലോ, അത് ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ എല്ലാതും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ശേഷം ഇതുപോലെ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ ഇന്ന് ഉച്ചയ്ക്കുള്ള ഫുഡും കൂടി റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചോറൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുകും കറിവേപ്പിലയും ഉള്ളിയും കൂടി ഇട്ടിട്ട് നമ്മൾ ഈ വാഴയ്ക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഇവിടെ എപ്പോഴും ഇങ്ങനെ ഉപ്പേരി വയ്ക്കാറ്. അപ്പോൾ കുട്ടി, അതായത് മോൻ കഴിക്കുന്നത് കൊണ്ട് അവനിക്കാണെങ്കിൽ ഉപ്പേരികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പച്ചമുളക് അധികം ഉപ്പേരികളിൽ ഇടാറില്ല. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് കുറച്ച് മുളക് പൊടി മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അധികം എരിവില്ലാത്ത രീതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വാഴയ്ക്ക ഉപ്പേരി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഉച്ചയ്ക്ക് വേണ്ടിയിട്ട്. അതുപോലെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുട്ടയും കൂടി ഒന്ന് ബുൾസി ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ 2 പേർക്കും കൂടിയിട്ട്. അപ്പോൾ ഉള്ളിയും ഇതൊന്നും ഇടാതെ ചെറുതായിട്ട് ഉപ്പ് മാത്രം ഇട്ട് കൊടുത്തിട്ട് റഫായിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മുട്ട.
പിന്നെ സിമ്പിളായിട്ട് ഞാൻ രസവും കൂടി വെച്ചിട്ടുണ്ട്. മീനും അതൊക്കെ വാങ്ങി നേരേക്ക് കറി വയ്ക്കണമെങ്കിൽ ഭയങ്കര എന്താ പറയുക സമയം പോകും. അതുപോലെ തന്നെ നമുക്ക് അധികം നേരം ഇരുന്നിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും വയ്യ. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ഇതുപോലെ സിമ്പിളായിട്ട് രസവും കൂടി വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് റെഡിയാക്കിയ ഫുഡ്. അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുത്ത് ഞാനും കഴിച്ച് കഴിഞ്ഞ ശേഷമാണ് കേട്ടോ ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ളത് നമുക്ക് വേറൊരു കെട്ടും കൂടിയാണല്ലോ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആ ഒരു ഫസ്റ്റിൽ കാണിച്ചത് ഫുള്ള് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഇനി ബാലൻസ് ഉള്ളത് അത് ഈ ഒരു പീസിൽ വരുന്ന കെട്ടാണ്. അപ്പോൾ ഒരു ബ്ലൂ കളറിൽ ഡിസൈൻ വരുന്ന ഈ ഒരു പീസാണ് നമുക്ക് ഈ ഒരു പാൻറ്റിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 3 ഡിഫറെൻറ്റ് ഷെയ്ഡിൽ വരുന്ന, അതായത് ഡിഫറെൻറ്റ് കളറിൽ വരുന്ന പീസുകളാണ് നമുക്ക് ഈ പാൻറ്റുകൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ ഭയങ്കര സിമ്പിളാണ് കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ ഈ ഒരു വയ്യായ്ക ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇതുകൂടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. കാരണം അത്രയ്ക്ക് സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ നിങ്ങൾ ചോദിച്ച നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു